ഇപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആവുന്നുണ്ട്. എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയ ഒരാളാണ്. ഞാനത് റിക്കവർ ചെയ്തെടുത്തു. അതുകൊണ്ട് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്ന് എനിക്കറിയാം. എൻ്റെ കുറേ ഫ്രണ്ട്സ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ്റെ ഒക്കെ അക്കൗണ്ട് ഇതേപോലെ സസ്പെൻഡ് ആയി പോയായിരുന്നു. അപ്പോൾ അവർക്കും ഈ ടെക്നിക്കൊക്കെ വർക്കായി. എല്ലാവർക്കും വർക്കായെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 80% ആൾക്കാർക്കും വർക്കായി. അപ്പം എങ്ങനെയാണ് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കുക, എന്തുകൊണ്ടാണ് അക്കൗണ്ട് പോകുന്നതിൻ്റെ കാരണം, ഇനി അക്കൗണ്ട് പോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് സൂക്ഷിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം, ഇങ്ങനെ മൊത്തം 3 പോയിന്റാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് പോയ അക്കൗണ്ട് എങ്ങനെ തിരിച്ചെടുക്കണമെന്നാണ്. മൊത്തം 3 ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത്. ഒന്ന്, നമ്മൾ രാവിലെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയി സസ്പെൻഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതിന് താഴെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ചില കേസിൽ നിങ്ങൾക്ക് അത് വർക്ക് ആവത്തില്ല, അല്ലെങ്കിൽ അത് കാണിക്കത്തില്ല, അല്ലെങ്കിൽ വർക്ക് ആവത്തില്ല, വാട്ടവർ. അപ്പം നിങ്ങളുടെ കണക്റ്റഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൽ ഐ ഡി, അതിന്റെ അകത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെയിൽ വന്നിട്ടുണ്ടായിരിക്കും അക്കൗണ്ട് അടിച്ച് പോയിട്ടുള്ളതെന്നുള്ള. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് റിക്കവർ എടുക്കാനുള്ള രീതിയിലേക്ക് എത്തും. നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള അവർ ഒഫീഷ്യൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലെയൊക്കെ എത്തും. സപ്പോസ് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഞാൻ പറഞ്ഞല്ലോ ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു മെയിലിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമന്റിലോ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അവിടെ ഒരു എങ്ങനെ മെയിൽ അയക്കണം എന്നുള്ളൊരു ഫോർമാറ്റ് കാണും. അവിടെ നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഒരു പരിപാടി. സപ്പോസ് നിങ്ങൾ നല്ല ഗതികെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് പണ്ടെപ്പോഴോ തുടങ്ങിയൊരു ഇൻസ്റ്റാഗ്രാം ആണ്, അതിൽ ഏത് മെയിൽ ഐ ഡി ആണ് കണക്ട് ആയി കിടക്കുന്നത്, ഏത് ഫോൺ നമ്പറാണ് കണക്ട് ആയി കിടക്കുന്നത് ഒന്നും അറിയത്തില്ല, അതൊക്കെ പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇൻസ്റ്റാഗ്രാം പുതിയൊരു ലോഗിൻ പേജ് എടുക്കുക, നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സപ്പോസ് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫോർഗറ്റ് ലോഗിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാലും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ റിക്കവർ എടുക്കാൻ പറ്റും. ഇത് മെജോറിറ്റി ഒരുപാട് പേർക്ക് വർക്ക് ആവത്തില്ല. ഇത് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരിക്കണം. ഇൻസ്റ്റയുടെ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ, അതായത് നമ്മുടെ മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, അതൊക്കെ കൊടുത്ത് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് റിക്കവർ എടുക്കാൻ പറ്റും. ഇത് ഞാനാണ് OTP ഒക്കെ വന്ന് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കേസിൽ ഞാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, അതുപോലെ വാട്സപ്പ്, അത് പോരാഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജ്, അതുപോലെ നമ്മുടെ സെൽഫി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്. ഇതെല്ലാം ചെയ്തിട്ടേക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തിരിച്ച് റിക്കവർ എടുക്കാൻ പറ്റും. എനിക്ക് പോയെന്ന് പറഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട്, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ റിക്കവർ എടുക്കാൻ പറ്റിയായിരുന്നു. അപ്പം നിങ്ങളുടെ കേസിൽ ഇത്രയും സംഭവങ്ങൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും ഞാൻ പറഞ്ഞ രീതിയിൽ റിക്കവർ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ ടിക്കുള്ള ഒരു അക്കൗണ്ട് ഒപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വെരിഫിക്കേഷൻ ടിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് മെറ്റാ ടീംസ്, അതായത് ഫേസ്ബുക്കിൻ്റെ മൊയിലാളി ടീംസുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് എൻ്റെ ഒരു അക്കൗണ്ടാണ്, ഞാൻ ഇതിനകത്ത് ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല, സസ്പീഷ്യസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വരും, നമ്മൾ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരും. അതൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിനുശേഷം സെറ്റ് ആക്കാം. അപ്പം ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ടിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ ടിക്ക് വാങ്ങേണ്ടി വരും ക്യാഷ് കൊടുത്ത്. അപ്പോൾ അതിന് വലിയ എമൗണ്ട് ഒന്നുമില്ല, ഒരു 100 സംതിങ് ആകണ്ടേ ഉള്ളൂ. വെരിഫിക്കേഷൻ ടിക്ക് വാങ്ങുക. അതിൻ്റെ അകത്ത് അവരായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള പ്ലാൻ തന്നെ എടുക്കണം. അതായത് എൻഹാൻസ് സപ്പോർട്ട് കൈൻഡ് ഓഫ് ഒരു നെയിമാണ്, അതുള്ള പ്ലാൻ തന്നെ എടുത്താൽ മാത്രമേ അവരോട് ചാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒരു ബ്ലൂടിക്ക് വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ക്യാഷ് നഷ്ടമാവും, അത് ശ്രദ്ധിക്കണം. അപ്പം ഈ രീതിയിലാണ് റിക്കവർ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയസ് ഒക്കെ കിട്ടിയല്ലോ. അതായത് ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ത്രൂ അടിച്ചു പോയ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അത് വർക്ക് ആയില്ലെങ്കിൽ ഇങ്ങനെ കുറേ മെത്തേഡ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് ഫോളോ ചെയ്താൽ മതി. ഏറ്റവും ഗ്യാരണ്ടി ആയിട്ട് ഒരുവിധമെങ്കിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ആവും, തിരിച്ച് കിട്ടുമെന്നുള്ള മെത്തേഡ് ഈ സെൽഫി, നമ്മുടെ വെരിഫിക്കേഷൻ ടിക്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ്. അതിലൂടെ സെൽഫി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെയാണെന്നുള്ളത്. നമ്മുടെ അക്കൗണ്ട് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ഫേസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ നെയിം ആയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ഫോട്ടോസോ പോസ്റ്റോ ഒക്കെ ഇട്ട് നമ്മുടെ ഫേസ് ആണ് തെളിയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫി വെരിഫിക്കേഷനിലൂടെ നമുക്ക് അക്കൗണ്ട് റിക്കവർ എടുക്കാനൊക്കെ പറ്റും. ഇനി അക്കൗണ്ട് പോകാതിരിക്കാൻ, ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഇനി ഫ്യൂച്ചറിൽ പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമ്മൾ ഇവരുടെ ഗൈഡ് ലൈൻസ് എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. അതായത് ഇവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും, അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ. അത് പലപ്പോഴും നമ്മൾ അറിയാതെ കറക്റ്റ് അത് മൊത്തം ഒരുപാടൊക്കെ ഉണ്ട്, കുത്തിരുന്ന് വായിക്കാനൊക്കെ പാടായിരിക്കും. പിന്നുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. ചിലർക്ക് വാട്സപ്പ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതുപോലെ മെയിൽ ഐ ഡി, ഇതെല്ലാം സെറ്റാക്കി വെക്കുക. തൊട്ട് താഴെയായിട്ട് സെൽഫി വെരിഫിക്കേഷൻ ഒരു ഓപ്ഷൻ കാണും. നമ്മുടെ ഫേസ് കൊടുത്ത് വെരിഫൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ സ്പെക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട് കറക്റ്റായിട്ട് ഫേസ് ഒക്കെ സ്കാൻ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫേസ് ലോക്ക് ചെയ്യത്തില്ലേ ഫോണിൽ, സെയിം സിമിലർ രീതിയിൽ ഫേസ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് സ്കാൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ അത്യാവശ്യം ഈ ഓട്ടോമേഷൻ ടൂളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. മാക്സിമം ഓട്ടോമേഷൻ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്തേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓട്ടോമേഷൻ ടൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോൾ ലിങ്ക് DM വരുന്ന ആ ഒരു സംഭവമാണ് ഓട്ടോമേഷൻ ടൂൾ. അത് മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ടൂൾ യൂസ് ചെയ്യുക. മെറ്റാ വെരിഫൈ ചെയ്ത്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെരിഫൈ ചെയ്യുന്ന ഒരു ടൂൾ യൂസ് ചെയ്യുക. അല്ലാതെ ചവർ പോലത്തെ ടൂളൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല നിങ്ങൾക്ക് അത്ര ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ടൂളിന് വിശ്വാസം ഇല്ലെങ്കിൽ, മെറ്റ തന്നെ, അതായത് ഫേസ്ബുക്ക് തന്നെ ഒരു ടൂൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു ടൂൾ ഇറക്കിയിട്ടുണ്ട്. business.facebook.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ഓട്ടോമേഷൻ ടൂൾ ഉണ്ട്. അവരുടെ സ്വന്തം ഓട്ടോമേഷൻ ടൂളാണ്. അപ്പോൾ അവരുടെ സ്വന്തം ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പരിപാടി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്ത് കാരണം കൊണ്ടാണ് ഇപ്പം സഡനായിട്ട് എല്ലാവരും അക്കൗണ്ട് അടിച്ചു പോയി? നമ്മളൊന്നും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തില്ല, ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. നമ്മൾ മാന്യമായിട്ട് ഇൻസ്റ്റ റീൽ കാണുന്നു, കമന്റ് ചെയ്യുന്നു, ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അക്കൗണ്ട് അടിച്ചു പോയി. സംഭവം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അവരുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ പുതിയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒക്കെ മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് ഈ ബോട്ട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ബോട്ടായിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പം പലരെയും ഫോളോവേഴ്സ് ഒക്കെ സഡനായിട്ട് കുറഞ്ഞത് കാണാൻ പറ്റും. പല സെലിബ്രിറ്റീസിനെയൊക്കെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ലാക്സ് ഓഫ് ഫോളോവേഴ്സ് ആണ് കുറയുകയും കൂടിയൊക്കെ ചെയ്തത്. കൂടിയില്ല, ഇത് ഒരു ആധികാരികമായി പറയുകയാണ്. അപ്പം ഈ ഒരു ഇത് കാരണം ഈ കുറെ ബോട്ട് ഫോളോവേഴ്സിനെ റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഹ്യൂമൻലി അത്യാവശ്യം ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകൾ, അതായത് നമ്മളധികം ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ നമ്മളധികം കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത, നമ്മൾ പോസ്റ്റ് ഒന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് രാവിലെ ഒന്ന് റീല് കാണുന്നു പോകുന്നു എന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു ബോട്ട് അക്കൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് മനുഷ്യനല്ല, ഇത് കമ്പ്യൂട്ടറൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആണെന്നുള്ളത് ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മുതലാളി അടിച്ച് കളഞ്ഞതാണ്. അതാണ് സംഭവം. പിന്നെ ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറെ സംഭവങ്ങൾ, സസ്പിഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സഡനായിട്ട് ഫോളോവേഴ്സ് കൂടുന്നു, സഡനായിട്ട് ഫോളോവേഴ്സ് കുറയുന്നു, ലൈക്ക് കൂടുന്നു, ഇതെല്ലാം ഒരു ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള രീതിയിലല്ലാതെ പെട്ടെന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിറ്റക്ട് ചെയ്തിട്ട് അവർ നോക്കും ഇത് മനുഷ്യന്മാർ തന്നെയാണോ, അല്ല ഈ ലൈക്കും കമന്റും ഫോളോവേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ ബോട്ട് അക്കൗണ്ട് വെച്ച് ചെയ്യുന്നതാണോ നോക്കും. അഥവാ അങ്ങനെ ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും പോകും. ഇതൊക്കെയാണ് സംഭവം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പം പലരെ അറിഞ്ഞാണ്, അതായത് മുമ്പ് നടന്ന ഫോളോവേഴ്സിനെക്കാളും വളരെ ഫോളോവേഴ്സ് കുറഞ്ഞു, അല്ലെങ്കിൽ ഫോളോവേഴ്സ് നല്ല രീതിയിൽ കുറഞ്ഞു എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പം വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചു നീട്ടിയൊക്കെയാണ് പറഞ്ഞത്, ക്ഷമിക്കുക. അപ്പം അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് ഞാൻ പറയുന്നത് ആ ഒരു വെരിഫിക്കേഷൻ ടിക്കുള്ള ഇതിൽ കൂടെ മെറ്റാ ടീംസുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യുന്നതാണ്. അല്ല നമ്മുടെ അത്രയും ക്യാഷോ അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. മെയിലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.